ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടീച്ചർ അമ്മ വീണയോടായി വീണയുടെ ജോലിക്കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കണ്ണേറ്റിങ്കര സ്കൂളിൽ തന്നെ ജോലി കിട്ടട്ടെ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ സന്തോഷത്തോടെ അപ്പോൾ എനിക്ക് അമ്മയുടെയും മേരിക്കുട്ടി ടീച്ചറുടെയും കൂടെ വർക്ക് ചെയ്യാലോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. കണ്ണേറ്റിങ്കര ഞങ്ങൾ മാത്രമല്ല, മദനനും കമലവും ഒക്കെയുണ്ട് എന്ന് ടീച്ചറമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ അതും ഒരു രസം. പിന്നെ നീനയും മിഥുൻ സാറും ഉണ്ടല്ലോ. നമ്മുടെ ടീം തന്നെ സ്ട്രെങ്ത് അല്ലേ എന്ന് വീണ ചോദിക്കുമ്പോൾ ആഹാ, അതിനിടയ്ക്ക് ടീമുമായോ എന്ന് അവളോടായി ചോദിച്ച് ആലോചനയോടെ ഇരുന്ന് നാളെ കോടതിയിൽ ട്രയൽ എന്തോ എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പോസിറ്റീവായി ചിന്തിക്ക്, കോടതിയിലും നമുക്ക് അനുകൂലമാവും അമ്മ. മോഹന് തൂക്കുകയർ തന്നെ കിട്ടുമെന്ന് വീണ പറയുന്നുണ്ട്. അയാള് ചത്തുപോണമെന്നൊന്നുമില്ല, ഇനിയുള്ള കാലം മൊത്തം അകത്തു കിടന്നാ മതി എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു വിധി തന്നെ കിട്ടും എന്ന് അമ്മയെ ആശ്വസിപ്പിച്ച് നേരത്തെ എണീക്കേണ്ടതാണെന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് കിടക്കാനായി പോകുന്നുണ്ട് വീണ. പിന്നീട് ജില്ലാ കോടതിയിലെത്തിയ മഹേഷും രാധയും കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് അവിടെ നിൽക്കുന്ന ടീച്ചർ അമ്മയെയും വീണയെയും കാണുന്നത്. ഒരു പരുങ്ങലോടെ അമ്മയുടെ അടുത്തേക്ക് അവർ നടന്നു ചെല്ലുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ആ മൊഴിയുടെ കാര്യത്തിൽ അമ്മ ഉറച്ചു നിന്ന ഞങ്ങൾ രണ്ടും ശരിക്കും കുഴയുമെന്ന്. അക്കാര്യത്തിൽ അമ്മയ്ക്ക് ഉറപ്പില്ലെന്നോ മറ്റോ പറഞ്ഞാൽ മതിയെന്ന് രാധയും. മൊഴി മാറ്റാൻ എനിക്ക് പറ്റില്ലെന്ന് ടീച്ചറമ്മയും ഉറപ്പിച്ചു പറയുന്നുണ്ട്. മഹേഷ് അമ്മയുടെ അരികിൽ നിൽക്കുന്ന വീണയോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന രീതിയിൽ നോക്കുമ്പോഴേക്കും അത് കാണുന്ന അമ്മയും ആരുടെ വക്കാലത്തും വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്ന ഈ ക്രിമിനൽ ഗൂഢാലോചനയിലും ഞങ്ങൾ പങ്കാളികളാവും. അമ്മയ്ക്കറിയാലോ, ഞങ്ങൾക്കതിൽ ഒരു ധാരണയുമില്ല എന്ന് മഹേഷ് പറയുമ്പോൾ എനിക്കെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ എല്ലാ കാര്യത്തിനും അയാൾക്കൊപ്പമല്ലായിരുന്നോ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. അയാളുടെ യഥാർത്ഥ മുഖം പിന്നീടല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് രാധ ടെൻഷനോടെ ചോദിക്കുമ്പോൾ വിവേകം വരുമ്പോൾ ബുദ്ധി ഒപ്പം നിൽക്കണമെന്നില്ല രാധേ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അപ്പോഴാണ് പത്മനാഭനും കൂട്ടരും മോഹനെയും കൊണ്ട് അങ്ങോട്ടെത്തുന്നത്. അമ്മയ്ക്ക് അഭിമുഖമായി നിൽക്കുകയായിരുന്ന രാധയും മഹേഷും അമ്മയുടെ തുറിച്ചു നോട്ടം കണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പിറകിൽ നിൽക്കുന്ന മോഹനെ കാണുന്നത്. പത്മനാഭനും കൂട്ടരും മോഹനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ മോഹൻ ദേഷ്യത്തോടെ അവരെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് ഇപ്പോ മക്കളും അമ്മയും എല്ലാം ജോയിന്റ് ആയല്ലേ, സംഗതി സൂപ്പർ, പക്ഷേ ഈ മോഹനെ എന്നേക്കുമായി തീർത്തുന്നു കരുതണ്ട, കാത്തിരുന്നോന്ന് പറഞ്ഞ് ടീച്ചറമ്മയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് മോഹൻ. അപ്പോഴേക്കും പത്മനാഭനും മോഹനോടായി മതി വാ, ഇത് കോടതിയാ, നിന്റെ ഭീഷണിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മോഹനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കോടതി വരാന്തയിൽ വെച്ച് സിന്ദൂര വിക്രമനും മഹേഷും രാധയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. മഹേഷ് എന്തായി, ടീച്ചർ മൊഴി മാറ്റോ എന്ന് സിന്ദൂരം ചോദിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ വിധത്തിലും പറഞ്ഞു നോക്കി സാർ, ഒരു രക്ഷയുമില്ല. ദേ ഇപ്പോഴും കെഞ്ചി പറഞ്ഞതേയുള്ളൂ, അടുക്കുന്നില്ല. അമ്മയാണെങ്കിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാ പെരുമാറുന്നത് എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോൾ സ്വന്തം അമ്മയെ കൊണ്ട് ഒരു കാര്യം പറഞ്ഞ് സാധിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും മഹേഷേ എന്ന് സിന്ദൂര വിക്രമനും ചോദിക്കുന്നുണ്ട്. കേസിൽ ഞങ്ങളിപ്പോ വാദിയും പ്രതിയുമല്ലേ, അമ്മ അങ്ങനെയല്ലേ നിൽക്കുവെന്ന് മഹേഷും. അക്കാര്യത്തിൽ അമ്മയ്ക്ക് ഉറപ്പില്ലെന്നോ മറ്റോ പറയാമോന്ന് ചോദിച്ചു. അമ്മ സമ്മതിക്കുന്നില്ലെന്ന് രാധയും. അപ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പാടാ എന്ന് സിന്ദൂരം പറയുമ്പോൾ സാറേ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് പരിഭ്രമത്തോടെ മഹേഷും പറയുന്നുണ്ട്. വഴി വേണ്ടേ മഹേഷേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് സിന്ദൂരൻ അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ ടീച്ചർ അമ്മയുടെ വക്കീലായ രാജശേഖരൻ അഡ്വക്കേറ്റ് സുജിക്ക് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴാണ് ടീച്ചർ അമ്മ അങ്ങോട്ടെത്തി സാർ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയുന്നത്. എന്താ പറയൂന്ന് രാജശേഖരൻ പറയുമ്പോഴേക്കും ടീച്ചറമ്മ എന്തൊക്കെയോ കാര്യങ്ങൾ രാജശേഖരനോടായി പറയുന്നുണ്ട്. എല്ലാം കേട്ടതിന് ശേഷം ആള് വന്നിട്ടുണ്ടോന്ന് രാജശേഖരൻ ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടെന്ന് ടീച്ചറമ്മയും. രാജശേഖരൻ സുജിയോടായി എന്നാലേ 311 കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാമെന്ന് ടീച്ചറമ്മയോടായി പറയുമ്പോഴേക്കും ടീച്ചറമ്മയും വീണയും ഓക്കെ പറഞ്ഞ് അവിടെ നിറങ്ങുന്നുണ്ട്. ടീച്ചറമ്മയും വീണയും വരാന്തയിലേക്ക് എത്തുമ്പോഴേക്കും മാലതിയുടെ ചേച്ചി സുമതിയെയും ഭർത്താവിനെയും അവിടെ വെച്ച് കാണുന്നുണ്ട്. അവരെ കണ്ട് സന്തോഷത്തോടെ സുമതി എപ്പോ ഇറങ്ങിയെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ വീട്ടിന്ന് ഇന്നലെ ഇറങ്ങിയെന്ന് സുമതി പറയുന്നുണ്ട്. ശരിക്കും പാടായല്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ മാലതിക്ക് വേണ്ടിയല്ലേ, അയാൾക്ക് ശിക്ഷ കിട്ടാതെ അവൾക്ക് മോക്ഷം കിട്ടില്ല, ഉറപ്പാ, അവൾക്കായി കർമ്മം ചെയ്തതുപോലെയാ ഞങ്ങൾ ഇതിനെ കാണുന്നത് എന്ന് സുമതി പറയുമ്പോഴേക്കും നിങ്ങൾ വന്നത് എല്ലാത്തിനും ഒരു നിമിത്തമായി എന്ന് സുമതിയുടെ ഭർത്താവും പറയുന്നുണ്ട്. അപ്പോഴാണ് മോഹന്റെ സഹോദരി സുശീല അതുവഴി നടന്നു വരുന്നത് ടീച്ചറമ്മ കാണുന്നത്. അവരെ കണ്ട് സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സുശീലേ എന്ന് വിളിച്ചോണ്ട് വീണയോടായി ഇതാരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് വീണയും. മോളെ കുഞ്ഞിലെ കുറെ എടുത്തു നടന്നിട്ടുണ്ട് എന്ന് സുശീല പറയുമ്പോൾ എടി ഇത് നിന്റെ അപ്പച്ചിയാ, മോഹന്റെ അനിയത്തി സുശീല, കുറെ കാലങ്ങളായി വിവരമൊന്നും ഇല്ലായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴാണ് മോഹനെയും കൊണ്ട് 2 പോലീസുകാർ അതുവഴി വരുന്നത്.
സരസ്വതിയും സുശീലയും സംസാരിച്ചു നിൽക്കുന്നത് കാണുന്ന മോഹൻ ഒരു നിമിഷം അവിടെ നിൽക്കുമ്പോഴേക്കും എല്ലാം അങ്ങ് അകന്നു പോയില്ലേ മോളെ എന്നവർ പറയുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന മോഹനോടായി നടക്കെന്ന് പോലീസുകാരൻ പറയുമ്പോൾ ഒരു മിനിറ്റ് എന്ന് മോഹനും പിന്നെ ചില സത്യങ്ങൾ തീർപ്പാക്കണം. അത് ചേട്ടത്തി പറഞ്ഞപ്പോഴാ ഞാൻ ഉറപ്പിച്ചത്. നമ്മൾ മാത്രം സാക്ഷിയായ ഒരു കാര്യം പറയാൻ ഇത്രയും കാലം പേടിയായിരുന്നു. ഇപ്പോ എന്തും വരട്ടെ എന്ന് വെച്ചോ എന്ന് സരസ്വതിയോടായി പറഞ്ഞ് തിരിയുമ്പോഴാണ് സുശീല അവിടെ നിൽക്കുന്ന മോഹനെ കാണുന്നത്. അത് കാണുന്ന സുശീല അണ്ണ നോക്കുന്നുണ്ടെന്ന് സരസ്വതിയോടായി പറയുമ്പോഴേക്കും കഥ മുഴുവൻ പിടികിട്ടിയില്ലല്ലോ, അതാണെന്ന് ടീച്ചറമ്മയും. മതി നടക്കെന്ന് പറഞ്ഞ് പോലീസുകാരും മോഹനെയും കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കോടതിയാണ് കാണിക്കുന്നത്. ജഡ്ജി പബ്ലിക് പ്രോസിക്യൂട്ടറെ വാദിക്കാനായി വിളിക്കുമ്പോഴേക്കും എസ് മൈലോഡ്, മുൻപ് ഈ കോടതി നൽകിയ അനുമതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സെക്ഷൻ 173/8 പ്രകാരമുള്ള കൂടുതൽ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇടവേള മോഹൻ എന്ന കൊടും ക്രിമിനലിന്റെ അമറിഞ്ഞ കേസ് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് ബോധ്യപ്പെടാൻ ഉപകാരപ്പെട്ടു. യുവർ ഓണർ, കാലങ്ങളായി മറവിയിൽ മൂടപ്പെട്ട 2 മരണങ്ങൾ മോഹന്റെ ആസൂത്രിത കൊലപാതകമായിരുന്നു എന്ന് ബോധ്യപ്പെടാൻ ഈ ഇടവേള ഉപകാരപ്പെട്ടു. അതിൽ ആദ്യത്തേത് മോഹന്റെ അച്ഛനെ അയാൾ 25 വർഷങ്ങൾക്ക് മുന്നേ വധിച്ചതാ. സാക്ഷി വിസ്താരത്തിനായി ബഹുമാനപ്പെട്ട കോടതി അനുമതി തരണം എന്ന് രാജശേഖരൻ വക്കീൽ പറയുന്നുണ്ട്. ഈ സമയം അത്രയും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് മോഹൻ. ജഡ്ജിയും അത് സംബന്ധിച്ച് കോൾ ദ വിറ്റ്നസ് എന്ന് പറയുമ്പോൾ ക്ലർക്കും PW10 സുശീല എന്ന് വിളിക്കുന്നുണ്ട്. മോഹന്റെ സഹോദരി സുശീല അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുമ്പോഴേക്കും കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ സത്യമെന്ന് സുശീലയും പറയുന്നുണ്ട്. രാജശേഖരൻ വക്കീൽ സുശീലയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് നിങ്ങളുടെ അച്ഛന്റെ മരണം ഹാർട്ട് അറ്റാക്ക് മൂലമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെന്ന് സുശീലയും. അത് നിങ്ങളുടെ സഹോദരൻ മോഹൻ നടത്തിയ കൊലപാതകമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ നിഷേധിക്കില്ലെന്ന് സുശീലയും. എങ്ങനെയായിരുന്നു ആ സംഭവം എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അമ്മയുടെ മരണം കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അച്ഛന്റെ മുറിയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി തളർന്നു പോയി എന്ന് പറഞ്ഞ് ആ സംഭവങ്ങളെല്ലാം ഓർത്തെടുത്ത് പറഞ്ഞ് അത് കണ്ട് എന്റെ നാക്കനങ്ങിയില്ല. ഞാൻ അവിടെ എല്ലാം കണ്ട് തളർന്നു വീണു. ഞാൻ പോയി സരസ്വതി ചേട്ടത്തിയെ വിളിച്ചോണ്ട് വന്നു. അന്നേരം അണ്ണൻ ജീവൻ പോയ അച്ഛന്റെ വിരലിൽ പിടിച്ച് മുദ്ര പേപ്പറിൽ ഒപ്പിടുവായിരുന്നു എന്ന് പറഞ്ഞ് സുശീല നിർത്തുമ്പോഴേക്കും സിന്ദൂര വിക്രമനും എഴുന്നേറ്റ് വന്ന് മരണപ്പെട്ട് 25 വർഷം നിങ്ങൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തതെന്തേ എന്ന് ചോദിക്കുമ്പോൾ പേടിയായിട്ടാ സാറേ എന്ന് സുശീലയും. ഇപ്പൊ നിങ്ങളുടെ പേടിയൊക്കെ പോയോന്ന് സിന്ദൂര വിക്രമൻ ചോദിക്കുമ്പോൾ അതിനുശേഷം എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് സുശീല പറയുന്നുണ്ട്. സരസ്വതിയുടെ പ്രേരണയിലാണ് ഈ കേസ് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ചേട്ടത്തിയാണ് കേസ് കൊടുക്കാൻ ധൈര്യം തന്നത് എന്ന് സുശീലയും. അത് കേൾക്കെ സിന്ദൂര വിക്രമനും ചിരിയോടെ അങ്ങനെയാണ് 25 വർഷമില്ലാത്ത ധൈര്യം ഇപ്പൊ വന്നത് എന്ന് സുശീലയോടായി ചോദിച്ച് ജഡ്ജിയോടായി സർ, എന്റെ കക്ഷി മോഹനോടുള്ള സരസ്വതിയുടെ വ്യക്തിവിരോധമാണ് ഈ കേസിനാധാരം എന്ന് സിന്ദൂര വിക്രമൻ പറയുന്നുണ്ട്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് സുശീല വന്നിരിക്കുമ്പോഴേക്കും സരസ്വതി ടീച്ചറെയും ചോദ്യം ചെയ്യാനായി വിളിക്കുന്നുണ്ട്. മരിച്ച അച്ഛന്റെ വിരൽ പിടിച്ച് പത്രത്തിൽ ഒപ്പിടുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. മോഹനോടുള്ള വെറുപ്പും ഭയവും വല്ലാതെ കൂടി. അച്ഛന്റെ ചടങ്ങു കഴിഞ്ഞ് മോഹനെ കാക്കാതെ മക്കളെയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി മോഹൻ മടങ്ങിയെത്തിയപ്പോ എന്നെ ഞെട്ടിച്ച കാഴ്ചയെക്കുറിച്ച് ഞാൻ ചോദിച്ചു. ആ നേരമാണ് ഇയാൾ നിസ്സാരമായി സ്വന്തം അച്ഛനെ കൊന്ന കാര്യം എന്നോട് പറയുന്നത് എന്ന് ജഡ്ജിയോടായി പറഞ്ഞ് ടീച്ചറമ്മ അക്കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. മോഹൻ ആരും ഒരു പ്രശ്നമല്ല, ഒരു ബന്ധവും എന്നെ ബാധിക്കില്ല. അതുകൊണ്ടാ എന്റെ അച്ഛനെ ഞാൻ തന്നെ അങ്ങ് മോക്ഷം കൊടുത്തത്. അമ്മ കൂടെ ഇല്ലാത്ത അച്ഛന്റെ ജീവിതമൊക്കെ വലിയ പാടാവും. അതുകൊണ്ട് മുഖത്ത് തലേണ അമർത്തി അച്ഛനെ ശാന്തമായും സ്വസ്ഥമായും ഉറങ്ങാൻ വിട്ടു എന്ന് അന്ന് രാത്രി മോഹൻ പറഞ്ഞതെല്ലാം ടീച്ചറമ്മ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. അടുത്തതായി PW12 സുമതി എന്ന് വിളിക്കുമ്പോഴേക്കും സുമതിയും അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട്. സിന്ദൂര വിക്രമൻ സുമതിയോടായി നിങ്ങളെ ഈ കേസ് കൊടുക്കാൻ പ്രേരിപ്പിച്ചത് സരസ്വതി തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പണ്ട് സംശയമുണ്ടായിരുന്നെങ്കിലും കേസും വഴക്കുമായി പോവാനുള്ള കാര്യപ്രാപ്തി ഞങ്ങൾക്കില്ലായിരുന്നുവെന്ന് സുമതിയും. ഓ അങ്ങനെ എന്ന് പറഞ്ഞ് ജഡ്ജിയോടായി സാർ, എല്ലാ കേസുകൾക്ക് പുറകിലും സരസ്വതിയുടെ ബുദ്ധിയാണ്. സ്വന്തം മരുമകൻ വിഷ്ണുനാഥിനെ മോഹന്റെ മുന്നിലെത്തിച്ച് സംഘർഷമുണ്ടാക്കി വെടിയേൽക്കുന്നതിന് കാരണമായതും സരസ്വതിയാണ് എന്ന് പറഞ്ഞ് സിന്ദൂര വിക്രമൻ നിർത്തുമ്പോൾ രാജശേഖരൻ വക്കീൽ എഴുന്നേറ്റുകൊണ്ട് യുവർ ഓണർ, തോക്കെടുത്ത് മോഹന്റെ കയ്യിൽ പിടിപ്പിച്ച് വെടിവെപ്പിച്ചതും സരസ്വതിയാണെന്ന് ഡിഫൻസ് കൗൺസിൽ പറയുന്ന മട്ടാണല്ലോ. കാര്യങ്ങൾ സരസ്വതിയിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നു. ഡിഫൻസ് കൗൺസിൽ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. മാലതിയുടെ മൃതദേഹം എക്സിമിനേഷൻ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എക്സിബിറ്റ് നമ്പർ P58, നെക്ക് മസിൽസ് റപ്ചേർഡ്, ഹാങ്ങിങ് മാംസ് പോസ്റ്റ്മോർട്ടം എന്ന് രാജശേഖരൻ പറയുമ്പോൾ അതായത് ആത്മഹത്യയല്ല എന്ന് ജഡ്ജിയും. അല്ല യുവർ ഓണർ, സ്റ്റാഗ്ഡ് മർഡർ
എന്ന് രാജശേഖരൻ വക്കീൽ പറയുമ്പോൾ സിന്ദൂര വിക്രമനും ഒബ്ജെക്ഷൻ യുവർ ഓണർ, ഈ നെക്ക് മസിൽസ് ആത്മഹത്യയിലും റെപ്റ്റഡ് ആവാം എന്ന് പറയുമ്പോൾ ഒബ്ജെക്ഷൻ നോട്ടഡ്, പ്രൊസീഡ് എന്ന് ജഡ്ജിയും. സരസ്വതിയുടെയും കൃഷ്ണചന്ദ്രന്റെയും അപകടമല്ല, കൊലപാതക ശ്രമമാണെന്നും അതൊരു പ്ലാൻഡ് അറ്റംപ്റ്റ് ആയിരുന്നുവെന്നും ഫിലിപ്പ് അലക്സാണ്ടറുടെ അന്വേഷണത്തിൽ തെളിവുണ്ട്. മൂന്നാളും ഒന്നിച്ച് ജീപ്പിൽ യാത്ര ചെയ്തതിന്റെ CCTV വിഷ്വൽസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എക്സിബിറ്റ് നമ്പർ P17 എന്ന് രാജശേഖരൻ വക്കീൽ പറയുമ്പോൾ സിന്ദൂര വിക്രമൻ വീണ്ടും ഒബ്ജെക്ഷൻ യുവർ ഓണർ, ഇക്കാലത്ത് വീഡിയോ മാനിപ്പുലേഷൻസ് ഒക്കെ ഈസിയാണ് എന്ന് പറയുമ്പോൾ ഒബ്ജെക്ഷൻ നോട്ടഡ്, പ്രൊസീഡ് എന്ന് ജഡ്ജിയും. വീഡിയോ മാനിപ്പുലേറ്റഡ് ആണോ എന്ന് അതിന്റെ ഹാഷ് വാല്യൂ നോക്കി ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. ഡിഫൻസ് കൗൺസിൽ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. പിന്നെ സരസ്വതി കന്യാകുമാരിയിൽ എത്തുന്ന വിവരം കൃത്യമായി ഒരാൾ മോഹനെ അറിയിച്ചിട്ടുണ്ട് എന്ന് രാജശേഖരൻ വക്കീൽ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ മകളെ നീ മരുമകളായി ആഗ്രഹിച്ചിട്ടുണ്ടോ? സൗഹൃദത്തെ ബാധിക്കുമെന്ന് കരുതി നീ അത് പറയാതെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ടീച്ചർ അമ്മ മേരിക്കുട്ടിയോടായി ചോദിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.